മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉണർവ് 2K25 പദ്ധതിക്ക് തുടക്കമായി. കുടനിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ് നിർവഹിച്ചു. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 30-ൽ പരം ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. എല്ലാവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ PTA ഉണർവ് 2K25 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഇവർക്ക് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കുടനിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ കുടനിർമ്മാണ യൂണിറ്റും അടുത്ത ഘട്ടത്തിൽ ബാഗും നോട്ട്ബുക്കും ആരംഭിക്കും. ചടങ്ങിൽ PTA പ്രസിഡന്റ് CH റഷീദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM K ഹഫ്സ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, സൽമോൻ, ജബീന, SMC ചെയർമാൻ മുഹമ്മദ് മുസ്തഫ, ദിലീപ്, ഷാഹിന ബീഗം, റസീന, അനിത എന്നിവർ സംസാരിച്ചു. ഇടപെടലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഇടപെടലാണ് ഇപ്പോൾ സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ പറയുന്ന രക്ഷകർത്താക്കളായിട്ടുള്ള ആളുകളെ വരുമാനദായകരാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ്. അവർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകുക, അവരുടെ മാനസിക നിലവാരത്തിൽ നിങ്ങൾക്ക് കുറെ കൂടെ ഓപ്പണായി മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു പൊതു സ്പേസ്, പൊതു ഇടം ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതു ഇടം, മറ്റ് രക്ഷകർത്താക്കളും നിങ്ങളും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മറ്റ് രക്ഷകർത്താക്കൾ സഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ 1000 ഇരട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. 1000 ഇരട്ടി കാര്യങ്ങൾ, അതിൻ്റെ കാര്യമെന്ന് എടുത്തു പറയാൻ കഴിയില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ചെയ്യുന്ന ആളുകളാണ്. അത് ജനപ്രതി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ മുമ്പ് കഴിഞ്ഞൊരു യോഗത്തിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, നമ്മുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് നിങ്ങളെല്ലാം വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിശ്വാസികളാണ്. ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പള്ളിയിൽ പോയാൽ മതി, ഖുർആൻ ഓതിയാൽ മതി, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചാൽ മതി, രാമായണം വായിച്ചാൽ മതി, ഇവരെല്ലാം നേരെ സ്വർഗത്തിലേക്ക് പോകും എന്ന കാഴ്ചപ്പാടിലാണ് വിശ്വാസികളിൽ പലരും നിൽക്കുന്നത്. അത് പൗരോഹിത്യം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ പ്രവർത്തനം ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഖുർആൻ സദ്യക്ക് വായിച്ച് നിർവൃതി അടഞ്ഞ് കിടന്ന് ഉറങ്ങാനല്ല ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ബൈബിൾ ഇറക്കിയിരിക്കുന്നതും ബൈബിൾ വായിച്ച് സ്തോത്രം പറഞ്ഞു കിടന്ന് ഉറങ്ങാനും വേണ്ടിയിട്ടല്ല. ബൈബിളിലും ഖുർആനും രാമായണത്തിലും മഹാഭാരതത്തിലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.